ഹലോ കുട്ടികളെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗിലെ സെക്കൻഡ് യൂണിറ്റിൽ അടുത്ത് വരുന്ന ടോപ്പിക്കാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. കേട്ട് പരിചയം ഉണ്ടാവും. CC എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവും. നമ്മൾ CCയിൽ കൂടെ പഠിച്ചു വന്നവരാവും. ഫസ്റ്റ് തൊട്ടിട്ട് അങ്ങനെ ആദ്യമേ തൊട്ടിട്ട് സ്കൂളിൽ ആദ്യമേ തൊട്ടിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജിലെങ്കിലും CCയുടെ അണ്ടറിൽ വന്നിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ ഈ CC എന്ന് പറയുന്നത് നമ്മുടെ CBSE ഉണ്ടല്ലോ, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് വന്നിട്ടുള്ള വഴി ആദ്യമേ നമ്മുടെ NP ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. അതിലൊക്കെ ഈ CCനെ പറ്റിയിട്ട് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ സിസ്റ്റം വേണം എന്നുള്ളതൊക്കെ NPയിലൊക്കെ അതിൻ്റെ പ്രോഗ്രാം ഓഫ് ആക്ഷനിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ NCF 2005 നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് വന്നപ്പോഴാണ് അവരാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തത് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ആയിട്ടുള്ള അസസ്മെൻറ്റുകൾ വേണം കുട്ടികളുടെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിന്. ഇത്തരം ഫോർമേറ്റീവ്, വെറും സമ്മേറ്റീവ് മാത്രമല്ല ഫോർമേറ്റീവ് ആയിട്ടുള്ള അസസ്മെൻറ്റുകൾ കൂടെ വേണം കൂട്ടത്തിൽ നടത്തുന്നത്. അതിൻ്റെ ശേഷം വന്നിട്ടുള്ള 2009 വന്നിട്ടുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് എന്ത് ചെയ്തത്, കുറച്ചും കൂടെ കാര്യമായിട്ട് പറഞ്ഞാൽ ഈ CC കൃത്യമായിട്ട് നടപ്പാക്കാൻ കാരണം ഈ RTE ആണ്. 2009 RTE ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ CC നിലവിൽ വന്നു. അതിന് ശേഷമാണ് നിലവിൽ വന്നത്. 2009 RTE ആക്ടും കൂടെ വന്നപ്പോൾ അതായത് നിലവിൽ വന്നു. ഇനി CCയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. CCയുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് കണ്ടിന്യൂസ് ആൻഡ് സിസ്റ്റമാറ്റിക് മാനറിൽ കുട്ടികളെ ഒരു അക്കാഡമിക് ഇയർ മൊത്തം നമ്മൾ അസസ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് തന്നെ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു സമ്മേറ്റീവ് മാത്രമായിട്ടുള്ള അസസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഇയർ എൻഡിൽ നമ്മളൊരു എക്സാം നടത്തും. ആ എക്സാമിന് മാർക്ക് ഉണ്ടോ എന്നുള്ളതിൽ മാത്രമാണ് നമ്മൾ ആ കുട്ടീനെ അസസ് ചെയ്യുക അല്ലേ. പക്ഷേ ഈ ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റും കൂടെ വരുമ്പോൾ, അല്ലെങ്കിൽ CC പോലുള്ള അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ് നമ്മൾ ഇംപ്ലൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൊല്ലം മൊത്തം ആ കുട്ടിയുടെ ആക്ടിവിറ്റീസിനെ മൊത്തം നമ്മൾ അസസ് ചെയ്യും. അത് വെറുതെ അസസ് ചെയ്തതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന് കുറേ മെത്തേഡും സ്ട്രാറ്റജീസും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രേഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയകൾക്ക് അനുസരിച്ച് ഗ്രേഡും മാർക്കും ഒക്കെ കൊടുത്തിട്ടാണ് അസസ് ചെയ്യുക. അപ്പോൾ അതൊരു ഒബ്ജക്റ്റീവാണ്. അടുത്തത് സ്കൊളാസ്റ്റിക്കും സ്കൊളാസ്റ്റിക്കും ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ, കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ള നോൺ അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CC പോലുള്ളൊരു അസസ്മെൻറ്റ് വന്നിട്ടുള്ളത്. പരീക്ഷ എഴുതി മാർക്ക് കിട്ടുക എന്ന് മാത്രമല്ല, അപ്പോൾ ആ കുട്ടിക്ക് സ്പോർട്സിലോ ആർട്സിലോ ഇനി അതല്ലാത്ത വേറെ എന്തെങ്കിലും സ്കില്ലുകൾ, ഇപ്പോൾ മൊത്തത്തിൽ എങ്ങനെയാണ് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, അങ്ങനെയുള്ള എല്ലാ തരത്തിലും ഒരു ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് കുട്ടിയുടെ നടക്കണം എന്നുള്ളത് അസസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ആവുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ ഇത് കുറയ്ക്കും. കണ്ടിന്യൂസ് ആയിട്ട് അസസ്മെൻറ്റ് നടത്തുകയാണല്ലോ, ഫൈനലായിട്ടുള്ള ഒരു ഇയർ എൻഡിൽ നടക്കുന്ന എക്സാമിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല കുട്ടിയുടെ ഒരു സക്സസ്, ഒരു എക്സലൻസിനെ നമ്മൾ വാല്യൂ ചെയ്തെടുക്കുന്നത്. ആ കുട്ടീനെ ത്രൂ ഔട്ട് ഇയറിലുള്ള ഇപ്പോൾ C മാർക്ക് പോലുള്ള മാർക്കുകളും കൂടെ കൂട്ടും. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഇത്തിരി മാർക്ക് കുറഞ്ഞാലും ഈ C മാർക്ക് കൂടെ ആഡ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ലാണ്ട് കുട്ടി പാസ്സായിപ്പോവും. അപ്പോൾ ആ കുട്ടിക്ക് എന്തുണ്ടാവും, കുറച്ച് സ്ട്രെസ് ഫ്രീ ആവും. CC പോലുള്ളതാകുമ്പോൾ ഫോർമേറ്റീവ് ആയിട്ടുള്ള ഓൺഗോയിങ് ആയിട്ടുള്ള അസസ്മെൻറ്റുകളും കൂടെ ഉണ്ടാകുമ്പോൾ സ്ട്രെസ്സ് കുറച്ച് കുറയ്ക്കാം, ആങ്സൈറ്റികളൊക്കെ കുറച്ച് കുറയ്ക്കാം. അതേപോലെ കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, പ്രാക്ടിക്കൽ നോളജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇത് സഹായിക്കും. വെറുതെ എക്സാം എഴുതല്ലോ, എക്സാം എഴുതി കാണാപ്പാഠം പഠിച്ച് എക്സാം എഴുതി മാർക്ക് വാങ്ങിക്കുക മാത്രമല്ല ഇവിടെ ഒരു അസസ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്ത് ചെയ്യും, കുട്ടികൾക്ക് അസൈൻമെൻറ്റ് കൊടുക്കാം, ക്വിസ് നടത്താം, ഡിബേറ്റ് നടത്താം, പ്രൊജക്റ്റ് ചെയ്യാം, സെമിനാർ നടത്താം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ അതിലൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും അങ്ങനെ പ്രാക്ടിക്കൽ നോളജുകളും അവർക്ക് ചെയ്യാനുള്ള, കുട്ടികൾക്കായിട്ട് ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ടാവും. അപ്പോൾ മൊത്തം ഒരു റോട്ട് ലേണിങ്ങിനെ അല്ലാണ്ട് ഇത്തരം സ്കില്ലുകളെ കൂടിയൊക്കെ ഈ CC ഒക്കെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു ടൈംലി ഫീഡ്ബാക്ക് കൊടുക്കും. നമ്മൾ ഓൺഗോയിങ് ആണ്, ഫോർമേറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മാത്സ് ഒക്കെ എടുത്തിട്ട് കാണാപ്പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടയിൽ ഒരു പരീക്ഷ നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ തരികയൊക്കെ ചെയ്യുമ്പോൾ ആ ടീച്ചർക്ക് മനസ്സിലാവും ഇത് പഠിച്ചത് ശരിയായിട്ടില്ല. അപ്പോൾ പറഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ആ പഠിക്കുന്ന രീതി മാറ്റാം. അതൊന്നുമല്ല, ഫൈനൽ ആയിട്ടുള്ള എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ വളരെ വൈകി പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടൈംലി ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കിട്ടും ഇങ്ങനെയുള്ള CC ഒക്കെ നടത്തുമ്പോൾ. ഇനി അടുത്ത അതിൻ്റെ നേച്ചറാണ് പറയുന്നത്. നേച്ചർ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഒന്നാമത്തത് കണ്ടിന്യൂസ് ആണ്, റെഗുലർ ആയിട്ട് അസസ് ചെയ്യും.
കുട്ടികളെ കണ്ടിന്യൂസ് ആയിട്ട് ഓൺഗോയിങ് ആയിട്ട് അസസ് ചെയ്യുന്നൊരു പരിപാടിയാണ് CC എന്ന് പറയുന്നത്. അടുത്ത എന്താ, കോംപ്രിഹെൻസീവ് ആണ്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ സമഗ്രമായിട്ട് അസസ് ചെയ്യും. അക്കാഡമിക് ആയിട്ടുള്ള പഠിക്കാൻ കഴിവുണ്ടോ ഇല്ലയെന്ന് മാത്രമല്ല, അതല്ലാണ്ട് കോ കരിക്കുലർ ആയിട്ടുള്ള സ്കോളാസ്റ്റിക് ആയിട്ടുള്ള സ്കില്ലുകളൊക്കെ, ആ കുട്ടികളുടെ സ്വഭാവം എങ്ങനെയാണ്, സോഷ്യലായിട്ടുള്ള കഴിവുകൾ, ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ എങ്ങനെയാണ്, ഇനി ആർട്സ് സ്പോർട്സ് അങ്ങനെയുള്ള കോ കരിക്കുലറുള്ള ആക്ടിവിറ്റികളിൽ എങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ 10ാം ക്ലാസ്സിലും +2-ലൊക്കെ, അതുപോലും ഈ CCയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആർട്സിൽ അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ നല്ല കാലിബറുള്ള കുട്ടികളായിരിക്കും, പക്ഷെ അക്കാഡമിക്കലി അവർ ചിലപ്പോൾ കുറച്ച് പിന്നിലേക്ക് പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ ഒന്നും കൂടെ ഒന്ന് താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്രേസ് മാർക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അവർക്ക് ആ രീതിയിലുള്ള സ്കില്ലാണുള്ളത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സ്കിൽ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് കോംപ്രിഹെൻസീവായിട്ട് അസസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അക്കാഡമിക് ആയാലും നോൺ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനൊക്കെ ഈ CC അസസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ ആണ്. നമ്മൾ പറഞ്ഞു ഫോർമേറ്റീവായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നടക്കുന്നതല്ല ഈ CC പോലത്തെ അസസ്മെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നീ പഠിക്കുന്നതിൽ അല്ലെങ്കിൽ നീ ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിക്കൂടെ, മാറ്റിക്കൂടെ. അപ്പോൾ അതിനൊരു റെമഡി കൂടെ സജസ്റ്റ് ചെയ്യാനും പറ്റും ടീച്ചേഴ്സിന്. അപ്പോൾ ഡയഗ്നോസ്റ്റിക്കും അതേപോലെ തന്നെ റെമഡിയലുമായിട്ടുള്ളൊരു അസസ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് CC എന്ന് പറയുന്നത്. പിന്നെ സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. അവർക്ക് സെൽഫ് അസസ്മെൻറ്റ് നടത്താനും ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്താനുള്ള ഒരു ചാൻസൊക്കെ ഈ CC പോലുള്ള ഇത് അവസരം കൊടുക്കുന്നത്. ഫോർമേറ്റീവ് ആണല്ലോ, അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ഇടയിലൊരു ടെസ്റ്റ് പേപ്പർ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അസൈൻമെൻറ്റോ പ്രൊജക്റ്റോ അങ്ങനെയൊക്കെ നടത്തി ടീച്ചർ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഞാൻ പ്രസൻറ്റ് ചെയ്തത് ശരിയായില്ല, എനിക്ക് ചിലപ്പോൾ കുറച്ചൊരു ഓഡിയൻസിനെയൊക്കെ കാണുമ്പോൾ ഒരു സെമിനാർ നടത്തുമ്പോൾ ഒരു പേടിയുണ്ട്, ഇൻട്രാക്ഷൻ നടക്കുന്നില്ല, അവർ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം അറിയെങ്കിലും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യണം. ആ പോയിന്റിൽ ആ പേടിയിൽ ഞാൻ വർക്ക് ചെയ്യണം, അത് ഞാൻ മാറ്റിയെടുക്കണം. അപ്പോൾ കൂടുതലായിട്ട് സ്റ്റേജ് ഫിയർ മാറ്റാൻ വേണ്ടി സ്റ്റേജിൽ കയറണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് സെൽഫായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർമേറ്റീവ് ആയിട്ടുള്ള അസസ്മെൻറ്റ് നടക്കുമ്പോൾ അതെന്താണ്, കൂടുതൽ സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. കുട്ടികൾക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് സെൽഫായിട്ടുള്ളൊരു റിഫ്ലക്ഷൻ നടത്താൻ കൂടെ സാധിക്കും. ഇനി അടുത്ത് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള അക്കാഡമിക് ആയാലും നോൺ അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനെയും ഇത് അസസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. പിന്നെ ഡ്യുവൽ അസസ്മെൻ്റ് ആണ്. ഫോർമേറ്റീവും ഉണ്ട്, സമ്മേറ്റീവും ഉണ്ട്. നമ്മൾ സമ്മേറ്റീവ് ഇല്ല CCയിൽ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്താണ്, ഫോർമേറ്റീവും കൂടെ തന്നെ സമ്മേറ്റീവ് ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഇടയിലൊക്കെ ഒരു അക്കാഡമിക് ഇയറിൻ്റെ ത്രൂ ഔട്ട് നമ്മൾ അസസ് ചെയ്യും. അതേപോലെ അക്കാഡമിക് ഇയർ എൻഡിലും എന്ത് ചെയ്യും, കുട്ടിയുടെ ഒരു അസസ്മെൻറ്റ് നടത്തും, ഒരു എക്സാം നടത്തും. ഇപ്പോൾ ഒക്കെ സ്കൂളിൽ അങ്ങനെ ഉണ്ടല്ലോ, ഇടയിൽ ടെസ്റ്റ് പേപ്പറുകൾ നടത്തും, പിന്നെ കുറേ വർക്കുകൾ കൊടുക്കും. ദിവസം ഉണ്ടാവും കുട്ടികൾക്ക് ഓരോ വർക്കുകളായിട്ട് ചെയ്യാൻ. അതൊക്കെ അവർ അസസ് ചെയ്യണം. അതുണ്ടെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റുള്ള ടേം എക്സാമുകൾ, ഇപ്പോൾ ഓണത്തിനോ ക്രിസ്മസിനോ അല്ലെങ്കിൽ ലാസ്റ്റുള്ള നമ്മുടെ സമ്മർ വെക്കേഷന് മുന്നുള്ള എക്സാമുകളോ അതൊന്നും വേണ്ടാന്ന് വെക്കണില്ല. അപ്പോൾ സമ്മേറ്റീവും ഉണ്ട്, ഫോർമേറ്റീവും ഉണ്ട്. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, കുറേ മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു, കുട്ടികൾ ഡയറി എഴുതണു, ന്യൂസ് പേപ്പർ ഉണ്ടാക്കണു, അസൈൻമെൻറ്റുകൾ വേറെ തരത്തിലുണ്ടാവും, ചിലപ്പോൾ ആൽബങ്ങൾ ഉണ്ടാക്കും, അതേപോലെ ഫീൽഡ് വിസിറ്റുകൾ നടത്തും, ആ വിസിറ്റ് നടത്തിയതിനെ പറ്റി റിപ്പോർട്ട് ഉണ്ടാക്കും. അങ്ങനെ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ കുറേ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, കുട്ടികളെ നമുക്ക് അസസ് ചെയ്യാം. ഒരു പരീക്ഷ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് ആ പരീക്ഷ എഴുതുക, ഒരു ടെസ്റ്റ് പേപ്പർ നടത്തുക എന്നുള്ള ഒരൊറ്റ മെത്തേഡ് മാത്രം ആശ്രയിക്കേണ്ട, കുറേ മെത്തേഡ്സിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ അസസ് ചെയ്യാം. അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരൊറ്റ മെത്തേഡ് ഉപയോഗിച്ചിട്ടല്ലല്ലോ നമ്മൾ കുട്ടികളെ അസസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കുട്ടിക്ക് അസൈൻമെൻറ്റ് തയ്യാറാക്കുന്നതിലായിരിക്കും കുട്ടി കേമനുണ്ടാവാം, മറ്റേ കുട്ടി ചിലപ്പോൾ ഒരു ഡിബേറ്റ് ചെയ്യുന്നതിലായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അവരവർക്ക് കഴിവുള്ള ഏരിയകളിലൊക്കെ അവരവർക്ക് സ്കോർ ചെയ്യാം. ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ വെച്ചാൽ ആ ഒരു മെത്തേഡ് മാത്രം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമേ അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ കേമന്മാരാവാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്താ, അവരുടെ കോൺഫിഡൻസ് ഒക്കെ കുറയും, അവർ കുറച്ച് താഴെ പോകും. അപ്പോൾ അതൊന്നും ഇല്ല, ഇവിടെ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആണ്. അവരവർക്കുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. സ്കിൽ ബേസ്ഡ് ഇവാലുവേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ
പറഞ്ഞ മാതിരി തന്നെ ഓരോരുത്തരുടെ സ്കില്ലിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ മെത്തേഡുകളും അപ്ലൈ ചെയ്യുന്നത് ഓരോ സ്കില്ലിന് അസസ് ചെയ്യാനാണ്. അപ്പോൾ ഓരോ കുട്ടികൾക്കുള്ള സ്കില്ലുകളെ നമുക്ക് അസസ് ചെയ്യാം, അതിനെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്, റീസണിങ് പോലെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ പോലെ, പ്രോബ്ലം സോൾവിങ് പോലെ, ക്രിയേറ്റിവിറ്റി പോലെ, അങ്ങനത്തെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകളെയൊക്കെ ഡെവലപ്പ് ചെയ്യാം. അതിനൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പിന്നെ പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. സി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് തരുന്നുണ്ട് ഓരോ കുട്ടീനെ എടുത്തിട്ട്. ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, പണ്ടത്തൊക്കെ നമ്മുടെ പാരൻസിൻ്റെന്ന് വേണ്ട, നമ്മുടെ ഇപ്പം അത്യാവശ്യം പ്രായവ്യത്യാസമൊക്കെ ഉള്ള ഒരു എൽഡർ ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു പാരൻസ് മീറ്റിംഗ് പോലെ ആവില്ല ഇപ്പം നമ്മുടെ കുട്ടികളുടെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തന്നെ ആയാലും ഓരോരുത്തരെ വിളിച്ചിരുത്തി പാരൻറ്റിനെ ഇരുത്തി ടീച്ചേഴ്സ്, ഓരോ സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സും ഇരുന്ന് പറയും. ഒരു ദിവസം മുഴുവൻ ഉണ്ടാവണം എന്ന് പറഞ്ഞ മാതിരിയാണ് പാരൻസ് മീറ്റിങ്ങിന് അല്ലേ. അങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ, ഇപ്പോൾ മാത്സിൻ്റെ ടീച്ചർക്ക് കുറേ കാര്യം പറയാനുണ്ടാവും, മാത്സിന് ഇങ്ങനെയൊക്കെ ഉണ്ടായി ആ കുട്ടീനെ പറ്റിയിട്ട്. അതേപോലെ ഇംഗ്ലീഷിൻ്റെ ടീച്ചേഴ്സിന് പറയാനുണ്ടാവും, മലയാളത്തിൻ്റെ ടീച്ചേഴ്സിന് പറയാം. അപ്പോൾ പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്കാണ് ഇപ്പോൾ കുറേ കൂടെ. ഇത് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി ചെയ്താലും ടീച്ചർക്ക് പറയണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു സയൻസ് ഡ്രാമ നടത്തുകയാണ്, അപ്പോൾ അതിനെ പറ്റിയിട്ട് ടീച്ചർക്ക് പറയാം. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അത് നന്നായിട്ടുണ്ട്, പക്ഷേ ആ ഏരിയയിൽ കുറച്ചും കൂടെ നോക്കണം, അതിൽ അഭിനയിച്ചത് ഇങ്ങനെയുണ്ട്, അതിൻ്റെ ഡയലോഗ് ഇങ്ങനെയുണ്ട്. അങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ടും അതിൽ ചെയ്തവരെ പറ്റിയിട്ടൊക്കെ ഒരു ഫീഡ്ബാക്ക് തരാനുണ്ടാവും. അപ്പോൾ ഈ സി അതേപോലെ തന്നെ എന്താണ്, നമുക്ക് കുറേ മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ട് കുറേ രീതിയിൽ അസസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്. ഓരോ കുട്ടിക്കും ആ കുട്ടി ചെയ്തത് എന്താണ്, അതിനി എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഇവാലുവേഷൻ ക്രൈറ്റീരിയ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ മെത്തേഡ്സ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു ഒരു കുട്ടീനെ അസസ് ചെയ്യാൻ. സി ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നടത്തുമ്പോൾ നമുക്ക് ന്യൂമറസ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാം. ഒരൊറ്റ മെത്തേഡിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ സ്കോളാസ്റ്റിക് ആയിട്ടുള്ള അസസ്മെൻ്റ് ആണ് നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യുക, അക്കാഡമിക് ആയിട്ടുള്ള പെർഫോമൻസ്, പഠിക്കാനുള്ള കുട്ടിയുടെ കഴിവ് എങ്ങനെയാണെന്നുള്ളതാണ് അവിടെ അസസ് ചെയ്യുക. അതിന് നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം, ടെസ്റ്റുകൾ നടത്താം, പരീക്ഷകൾ, ക്വിസ് നടത്താം, അസൈൻമെൻറ്റ്സ്, പ്രൊജക്ട്സ്, പ്രാക്ടിക്കൽ എക്സാംസ്, ഇതൊക്കെ നടത്താം. ഇനി സ്കോളാസ്റ്റിക് ആണെങ്കിലോ അവിടെ കുട്ടിയുടെ ലൈഫ് സ്കില്ല്, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, അതേപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനുള്ള കഴിവ്, അതിൽ എക്സൽ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഈ സ്കോളാസ്റ്റിക് അസസ്മെൻറ്റിൽ അസസ് ചെയ്യുക. അവിടെ നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം, ഒബ്സർവേഷൻ ഉപയോഗിക്കാം, പിയർ അസസ്മെൻറ്റ്, സെൽഫ് അസസ്മെൻറ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, പ്രസൻറ്റേഷൻസ്, ഇതൊക്കെയാണ് ഈ സ്കോളാസ്റ്റിക്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡ്സ്. ഇനി ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തുമ്പോഴോ, ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു ഇയറിൽ നമ്മൾ ഇടയിലൊക്കെ നടത്തും. കുട്ടിയുടെ പ്രോഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ഒരു അക്കാഡമിക് ഇയർ നടത്തുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. അതിന് നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം, ക്ലാസ് ആക്ടിവിറ്റീസ് യൂസ് ചെയ്യാം, ഓറൽ ടെസ്റ്റുകൾ, റോൾ പ്ലേകൾ, അസൈൻമെൻറ്റ്, വർക്ക്ഷീറ്റ്, പ്രൊജക്റ്റ്, അങ്ങനെ കുറേ മെത്തേഡ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇനി സമ്മേറ്റീവ് അസസ്മെൻ്റ് ആകുമ്പോഴോ, സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ ടേം എൻഡിൽ അല്ലെങ്കിൽ അക്കാഡമിക് ഇയറിൻ്റെ എൻഡിൽ ആ കുട്ടിയുടെ ഓവറോൾ ലേണിംഗ് എങ്ങനെയുണ്ട്, മൊത്തത്തിൽ പഠിച്ചത് എങ്ങനെയുണ്ട് എന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്താം. അതിൽ നമ്മൾ മെയിനായിട്ടും റിട്ടേൺ എക്സാംസിനെയാണ് യൂസ് ചെയ്യുക, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ. പിന്നെ ഒരു മൊത്തത്തിലൊരു പ്രൊജക്റ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ PGക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡെസർട്ടേഷൻ പ്രൊജക്റ്റൊക്കെ ചെയ്യും. അത് മൊത്തം നമ്മൾ ആ ഒരു സെമ്മൊക്കെ ഇരുന്നിട്ട്, ഒരു സെമ്മ് മൊത്തം നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടൊക്കെ. ഇപ്പോൾ PGയുടെയൊക്കെ സയൻസിൻ്റെയൊക്കെ, അതുപോലെ ഇപ്പോൾ MSc അങ്ങനെയുള്ളതിൻ്റെയൊക്കെ PG ഒക്കെ ആകുമ്പോൾ ഒരു സെമ്മ് മൊത്തം പ്രൊജക്റ്റായിട്ട് കൊടുക്കുന്ന, ഇപ്പോൾ NITകളൊക്കെ ആണെങ്കിൽ ഒരു സെമ്മ് മൊത്തം എന്താണ്, IIT ഒക്കെ ആകുമ്പോൾ പ്രൊജക്റ്റാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് വെച്ചിട്ടും ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്താം. ആ സെമ്മ് മൊത്തം നമുക്ക് സെമസ്റ്റർ വൈസ് ആകുമ്പോൾ സെമ്മാണ്, അക്കാഡമിക് ഇയർ അല്ല. ആ സെമസ്റ്റർ മൊത്തം ആ കുട്ടിയുടെ ലേണിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുക, സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്തുന്ന ആ പ്രൊജക്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ആ പ്രൊജക്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാം, സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ ഉൾപ്പെടുത്താം. ഇനി ഇതിൻ്റെ ഗ്രേഡിങ് എങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ കുറേ മെത്തേഡ്സ് പറഞ്ഞില്ലേ, അപ്പോൾ ആ മെത്തേഡ്സിൽ ഓരോ മെത്തേഡ് വെച്ചിട്ട് അസസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഇപ്പോൾ പ്രൊജക്റ്റ് നമ്മൾ പറയുന്നു ഒരു മെത്തേഡാണ്. ആ പ്രൊജക്റ്റിൽ എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ട് ആ കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ കണ്ടൻറ്റ് നന്നായിരിക്കണം പ്രൊജക്റ്റിൻ്റെ, പിന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം, അത് പ്രസൻറ്റ് ചെയ്യാം, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. പിന്നെ പ്രൊജക്റ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തണം. അപ്പോൾ ഒരു റിസർച്ച് ചെയ്യാനുള്ള എബിലിറ്റി, പിന്നെ ടൈംലിനെസ്. പ്രൊജക്റ്റ് ആണെന്നും പറഞ്ഞിട്ട് ഉള്ള സമയം മൊത്തം പ്രൊജക്റ്റ് ചെയ്യാൻ, അതിന് പറഞ്ഞൊരു സമയം ഉണ്ടാവും, ഇത്രാം തീയതിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും 2 മാസം ഇരിക്കുന്നതല്ല,
അതിൻ്റെ ഒരു കഴിവ്. അപ്പോൾ നമ്മൾ പങ്ക്ച്വലായിട്ട് കൃത്യമായിട്ട് നീറ്റായിട്ട് വളരെ കണ്ടന്റ് സ്പെസിഫിക് ആയിട്ട് നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ഒരു പ്രൊജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നല്ല മാർക്ക് വരിക. അതന്നെ എങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക? ഇപ്പോൾ 91 തൊട്ടിട്ട് 100 വരെ, ഔട്ട് ഓഫ് 100 ആണ് മാർക്ക് എന്നുണ്ടെങ്കിൽ 91 തൊട്ടിട്ട് 100 വരെ A1 അല്ലെങ്കിൽ A+, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും. 81 തൊട്ടിട്ട് 90 വരെ ആകുമ്പോൾ A2 അല്ലെങ്കിൽ A ഗ്രേഡ്, എക്സലൻ്റ് ആയിരിക്കും. 71 തൊട്ടിട്ട് 80 വരെ ആണെങ്കിലോ B1 അല്ലെങ്കിൽ B+, വെരി ഗുഡ് ആയിരിക്കും. 61 തൊട്ടിട്ട് 70 വരെ ആണെങ്കിൽ B2 അല്ലെങ്കിൽ B ഗ്രേഡ്, ഗുഡ് ആയിരിക്കും. 51 തൊട്ടിട്ട് 60 വരെ ആണെങ്കിൽ C1 അല്ലെങ്കിൽ C+, സാറ്റിസ്ഫാക്ടറി ആണ്. 41 തൊട്ടിട്ട് 50 വരെ ആണെങ്കിൽ C ഗ്രേഡ്, ആവറേജ് ആണ്. 33 തൊട്ടിട്ട് 40 വരെ ആണെങ്കിൽ D ഗ്രേഡ്, നീഡ്സ് ഇംപ്രൂവ്മെൻ്റ് എന്നാണ്. ബിലോ 33 ആണെന്നെങ്കിലോ E ഗ്രേഡ് ആണ്, അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡ് കൊടുക്കുക. ഓരോ മെത്തേഡിലും അതിനുള്ളൊരു ക്രൈറ്റീരിയകൾ ഉണ്ടായിരിക്കും മാർക്ക് കൊടുക്കണേ. ആ മാർക്ക് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ആ കുട്ടീനെ അസസ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ അസൈൻമെൻ്റ് ആകുമ്പോഴോ, ഇനി എല്ലാത്തിലും ഗ്രേഡിൻ്റെ ഇതിങ്ങനെ തന്നെയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ തന്നെയാണ്. 90 to 100 ആകുമ്പോൾ എക്സലൻറ്റ്, അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ സെയിം തന്നെയാണ്. അതിൻ്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അസൈൻമെൻ്റ് ആകുമ്പോൾ നമ്മൾ മാർക്ക് കൊടുക്കുക, ആക്യുറസി ഉണ്ടാവണം, പ്രസൻറ്റേഷൻ നല്ല പ്രസൻറ്റേഷൻ ആവണം, കംപ്ലീറ്റ്നെസ് ഉണ്ടായിരിക്കണം. പറഞ്ഞ ടോപ്പിക്കിനൊരു തുടക്കം ഉണ്ടാവണം, നല്ലൊരു ഒടുക്കും, അങ്ങനെ നല്ല കംപ്ലീറ്റ് ആയിരിക്കണം. ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. സബ്മിഷൻ ടൈംലിനെസ്, ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം B.Edനൊക്കെ വന്നു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് എഴുതാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ടാസ്ക് എഴുതാൻ പറയുമ്പോൾ പറഞ്ഞ ഡേറ്റിന് സബ്മിറ്റ് ചെയ്യണമെന്ന് ടീച്ചേഴ്സ് എല്ലാവരും പറയും. അപ്പോൾ നമുക്ക് ആ സബ്മിഷൻ ടൈംലിനെസ് വേണം. അതേപോലെ സെമിനാർ ആകുമ്പോഴോ ക്ലാരിറ്റി ഉണ്ടാവണം, കോൺഫിഡൻസ് ഉണ്ടാവണം, കണ്ടന്റ് നോളജ് ഉണ്ടാവണം, പ്രസൻറ്റേഷൻ സ്കിൽസ്, ഇൻട്രാക്ഷൻ വിത്ത് ഓഡിയൻസ്, ഇതൊക്കെ ഉണ്ടാവണം. സെമിനാർ ആകുമ്പോൾ നമ്മൾ ഈ ക്ലാസ് എടുക്കണ മാതിരിയല്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നിൽ നിന്നിട്ട് ഒരു ക്രൗഡിനെ ഫേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറയണം. ആ പറയുന്ന കാര്യത്തിൽ നല്ല അറിവ് നമുക്ക് ഉണ്ടാവണം. അവിടുന്ന് തിരിച്ചൊരു ചോദ്യം വന്നാൽ അത് പറയാൻ നമുക്ക് അറിയണം. അതേപോലെ മുന്നിലിരിക്കുന്നവരായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണം. ഇതിനൊക്കെയാണ് സെമിനാറിന് മാർക്ക് ചെയ്യുക. ഇനി ഡിബേറ്റ് ചെയ്യുമ്പോഴോ ആർഗ്യുമെൻറ്റ് സ്ട്രെങ്ത് ഉണ്ടാവണം, ക്ലാരിറ്റി ഉണ്ടാവണം, ഫ്ലുവൻസി ഉണ്ടാവണം, റീബിട്ടൽ, ടീം വർക്ക്, ഇതൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ചാനലുകളിൽ 9 മണി ചർച്ചകൾക്ക് വന്നിരിക്കുമ്പോൾ ചിലവർ പൊട്ടിത്തെറിച്ച് വേഗം പോകും, ഒന്നും പറയാനില്ലെങ്കിലും ആകെ ലഹളയ്ക്ക് പോകും. ചിലവർ ഇരുന്നിട്ട് ചിലവർ അവർക്ക് പറയാനുള്ള പോയിന്റ്സ്, കൃത്യം പോയിന്റ്സ് ആണ്, വളരെ ക്ഷമയോടെ കാത്തിരുന്ന് കണ്ടന്റ് പറഞ്ഞിട്ടേ അവർ പോകും. അവർക്ക് ആർഗ്യുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഒച്ച എടുത്ത് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല, അവർ കൃത്യം പോയിന്റ്സ് വെച്ചിട്ടാണ്. ക്ലാരിറ്റി ഉണ്ടാവും, പറയുന്ന കാര്യത്തിൽ ഫ്ലുവൻസി ഉണ്ടാവും, തപ്പി തടഞ്ഞു പോകുന്നില്ല. ഇതൊക്കെയാണ് ഡിബേറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത ക്വിസ് ചെയ്യുമ്പോൾ ആക്യുറസി ഉണ്ടാവണം, സ്പീഡ് ഉണ്ടാവണം, അതേപോലെ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവണം, അപ്ലിക്കേഷൻ ഓഫ് നോളജ് ഉണ്ടാവണം. നമ്മൾ എവിടെയെങ്കിലും വായിച്ചതാവും, ന്യൂസ് പേപ്പറിൽ വായിക്കും, ഒരു ബുക്കിൽ വായിക്കും, ചിലപ്പോൾ സിനിമയിൽ കണ്ടതോ ന്യൂസിൽ കണ്ടതൊക്കെയോ, ആ കിട്ടിയ നോളജിൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണെന്ന് മനസ്സിലാക്കി നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റണം. അത് വേഗത്തിൽ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. ഇനി എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ലാബ് വർക്ക് ചെയ്യുകയാണെങ്കിലോ നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാനും അതിൽ നിന്ന് ഒബ്സർവേഷൻസ് എടുക്കാൻ, പ്രാക്ടിക്കൽ നോളജ് എടുക്കാൻ, അതിൻ്റെ ഒരു ആക്യുറസി, റിപ്പോർട്ടിംഗ് സ്കില്ല്, ഇതൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സയൻസ് ഫിസിക്സിൻ്റെ ലാബിൽ, നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ലാബിൽ ഒരു സർക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാബ് മാനുവൽ സർക്യൂട്ടിൻ്റെ ഡയഗ്രം ഒക്കെ ഉണ്ടാവും, അത് വെച്ച് നമ്മൾ കണക്ട് ചെയ്തൊക്കെ ചെയ്തു. പക്ഷെ വർക്ക് ആണെങ്കിലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ നോളജ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി കുത്തിവെക്കുകയൊക്കെ ചെയ്യും, നമുക്കുള്ള ആ പഠിച്ച അറിവുകൾ വെച്ചിട്ട്. അപ്പോൾ നമുക്കുള്ള അറിവ് അവിടെ എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ നോളജ് ചെയ്യണം, അവിടെ അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവേഷൻസ് എടുക്കണം, അത് ആക്യുറേറ്റ് ആയിരിക്കണം. പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യാണ്ട് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യണം. അതിന് നല്ല വൃത്തിക്കും വെടുപ്പിലും നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ഒരു ലാബ് വർക്ക് ചെയ്യുമ്പോൾ, എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഡിഗ്രിക്കായാലും PGക്ക് ആയാലും ഒക്കെ ലാബ് ചെയ്യുമ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് കൃത്യം നമുക്ക് ആ പറഞ്ഞ വാല്യൂവിന് കിട്ടിക്കോളണമെന്നില്ല. എന്നാലും ആ കുട്ടികൾക്ക് ചിലപ്പോൾ A ഗ്രേഡ് കിട്ടും. അത് ഇതേപോലെ വൃത്തിക്കും മെനയ്ക്കും നമ്മൾ എന്ത് ചെയ്യണോണ്ടാ, ആ എക്സ്പെരിമെൻറ്റ് ചെയ്യണോണ്ടാ. അതിൻ്റെ തിയറി പേപ്പർ ആയാലും എഴുതുന്നതായാലും അത് ചെയ്യുന്നതായാലും, ഇനിയിപ്പോൾ ചിലപ്പോൾ ആ സമയം കറണ്ടിൻ്റെ ആ സ്വിച്ചിലേക്ക് കറണ്ട് ശരിക്കും വരാണ്ടിരിക്കണതുകൊണ്ടൊക്കെയോ നമുക്ക് റീഡിങ് കിട്ടാൻ ബുദ്ധിമുട്ടാവണതും, അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യല ആ സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ആ കുട്ടി ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് ഇൻവിജിലേറ്റേഴ്സിന് മനസ്സിലാവും ആ കുട്ടിക്ക് അത് ചെയ്യാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി ഉണ്ട് എന്നുള്ളത്. അതിനനുസരിച്ചിട്ടാണ് മാർക്ക് ഇടുക.
അപ്പോൾ ഇത്രയാണ് നമുക്ക് സി സിയിൽ പറയാനുള്ളത്. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്, പിന്നെ എങ്ങനെയാണ് ഒരു സി സി ഒക്കെ വരുമ്പോൾ എന്തൊക്കെ മെത്തേഡ്സിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, അതിൽ എങ്ങനെയൊക്കെ മാർക്ക് കൊടുക്കാം, എന്തൊക്കെ ക്രൈറ്റീരിയക്കാണ് മാർക്ക് കൊടുക്കുക, ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.